വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഫസ്റ്റ് ജേണൽ കിറ്റ് കിട്ടിയപ്പോൾ തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഫസ്റ്റ് ചാനൽ പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ജേണൽ എന്തായാലും ചെയ്തതിൽ അപ്ലോഡ് ചെയ്യും. ബട്ട് എൻ്റെ ഒരു പ്രശ്നം കാരണം എൻ്റെ അനിയത്തിയുടെ നിർബന്ധം കാരണം സെക്കൻഡ് ആൻഡ് തേർഡ് പേജ് നമ്മൾ 2 പേജിലായിട്ടല്ല ജേണൽ ചെയ്യാറ്. ആ 2 പേജിൽ ആയിട്ട് ഞാനൊന്ന് അവളുമായിട്ട് അവൾക്ക് ജേണൽ ചെയ്യണം പറഞ്ഞിട്ട് ചെയ്തു. ഞാൻ എന്താ കാട്ടണം? അപ്പോൾ ഫസ്റ്റ് പേജ് ഞാനവിടെ വിട്ട് വെച്ചിട്ടുണ്ട്. ആ പേജിലാണ് നമ്മളിന്ന് ജേണൽ ചെയ്യാൻ പോകുന്നത്. അതാണ് ഫസ്റ്റ് ജേണൽ. ചെയ്യാം. ഞാൻ ജേണൽ പോർഷൻ മാത്രം കാണിക്കത്തുള്ളൂ. പിന്നെ ജേണൽ കിറ്റ് ഞാൻ കാണിച്ചു കണ്ടോ. അപ്പോൾ നമുക്കിനി ജേണലിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷൻ ഓക്കെ കിട്ടി. നമുക്കിനി ജേണൽ കിറ്റ് കൊണ്ട് ജേണൽ ചെയ്യാം. ഓക്കെ, ഇത് ഫസ്റ്റ് ജേണലാണ്. ഓപ്പൺ ചെയ്യാം. ഞാൻ ഒരു വട്ടം ഒരു ജേണൽ ചെയ്തിട്ടുണ്ട് പറഞ്ഞില്ലേ. ഈ കാണുന്ന ഈ ഒരു പോർഷനിൽ ഞാൻ ജേണൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് പേജ് ചെയ്തിട്ടില്ല. ഈ 2 പേജിൽ ഇത് ഞാൻ ചെയ്ത് പറഞ്ഞിട്ട് കുറച്ച് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് നോട്ട് മൈ പ്രോബ്ലം. ഞാൻ ഫസ്റ്റ് ചെയ്യാൻ വെച്ച എല്ലാ കാര്യം എടുത്ത് അത് ചെയ്ത് പോയി. ഞാൻ വേറെ എന്തെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനിയുള്ളതാണ് മെമോ പാഡ്. മെമോ പാഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഒരു എപ്പോൾ വേണമെങ്കിലും മെമോ പാഡ് എഴുതിയിട്ടുള്ള ഈ ഒരു റിബൺ പോലത്തെ സാധനം പൊട്ടിപ്പോകാം. നമുക്ക് ചാനൽ വേണ്ട സാധനങ്ങൾ മാത്രം സെലക്ട് ചെയ്യാം. അന്ന് വരക്കാം. ചാനൽ വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇപ്പോൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കാം. ചാനൽ വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് സിസേഴ്സ് വേണം. എൻ്റെ കൂടെ ഗ്ലൂ കിട്ടത്തില്ല, അതുകൊണ്ട് ഒരു ഗ്ലൂ, പിന്നെ 1 പെൻ ബ്ലാക്ക് കളർ ഇല്ല, അതുകൊണ്ട് ബ്ലാക്ക് കളർ പേപ്പർസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. ഓക്കെ, എനിക്കിതിൻ്റെ കാര്യം വളരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കയറി കുത്തിയിരിക്കുന്നു. ഇത് മെമോ പാഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സാധനം മെമോ പാഡായിട്ട് എടുക്കാം. ഇത് നമ്മൾ മെമോ പാഡ് ഇത് ഓരോ സ്ഥലത്തും ഞാൻ വെച്ച് നോക്കും ഇവിടെയൊക്കെ വെക്കുന്നത്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമാണ്. അത് നമ്മൾ മെമോ പാഡ് ഇങ്ങനെ വെക്കും കണ്ടോ. ബട്ട് മെമോ പാഡിന് വലിപ്പം കുറച്ച് കൂടുതലാണ്. അത് നമ്മൾ ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ വെക്കും. ഫസ്റ്റ് പേജിൽ വലിയ ഇതൊന്നുമില്ല. ഇറ്റ്സ് നോർമൽ ഫോർ എവറിത്തിങ്. ഫസ്റ്റ് പേജിൽ ഇങ്ങനെയാണ് വെക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മൾ ചേർക്കും. ഇത്ര സാധനമുള്ളൂ, അയ്യോ വീഡിയോയിൽ ഇത്ര നല്ലല്ലോ എന്ന് പറയും. ബട്ട് ഇത്ര സാധനമല്ല ഗൈസ്. വാഷ് ടേപ്സ് ഞാൻ എപ്പോൾ കടയിൽ കയറിയാലും ആദ്യം ഇതാണ് നോക്കാറ്. നമുക്ക് ഇതിന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സെലക്ട് ചെയ്യാൻ കുറച്ച് അധികം പാടാണ്. കാരണം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമുക്ക് കുറേ ഉണ്ട്. കാര്യം അടിച്ചാൽ പെട്ടെന്ന് കാണുന്നുണ്ടാവും. നമുക്കിതിങ്ങനെ ചിക്കി പറക്കുണ്ടാകും. നമ്മൾ ഫസ്റ്റായിട്ട് ബ്രൗണിഷ് കളറിൽ ഒരു വിൻറ്റേജ് ലുക്കിൽ സൂപ്പറായിട്ട് ചെയ്യാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് ദ വെൽത്ത് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനമാണ് എടുക്കുന്നത്. ഇതെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഇട്ടിരിക്കും. ഇവിടെയാണ് റൈറ്റിങ്സ് കൊടുക്കാറ്. റൈറ്റിങ്സിൻ്റെ കൂടെ ഒരു പ്രത്യേക റൈറ്റിങ്ങും ഞാൻ കൊടുക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇവിടെ കണ്ട് മഷ്റൂം അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വിൻറ്റേജ് ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇതിൽ കൂടുതലുള്ളൊരു സാധനം ഫുഡാണ്. എനിക്ക് തരുന്നോണ്ടെന്ന് അറിയത്തില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഫുഡിനോട് ഭയങ്കര ഒരു ആകാംക്ഷയാണ്. ബട്ട് ഞാൻ എന്ത് തിന്നാലും തടി പിടിക്കുന്നില്ല. അതുകൊണ്ട് ഫുഡ് തിന്നാറില്ല. നമ്മൾ അത് അങ്ങനെ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്യാമറ ഇടയ്ക്കിടയ്ക്ക് ഷേക്കാവും. അത് ട്രൈപോഡിൻ്റെ കാലിലൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ ഏത് ടേപ്പ് എടുക്കുമെന്ന് എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ നമുക്കത് ഏതെടുക്കുമെന്ന് ആലോചിക്കാം. അപ്പോൾ നമ്മൾ ബ്രൗണിഷ് കളർ ആയതുകൊണ്ട്
ബ്രൗണിഷ് കളർ ആയതുകൊണ്ട് നമുക്ക് ഈ കാണുന്നൊരു ബ്രൗൺ എടുക്കാം. ഇതെനിക്ക് ഗ്രീനിൽ ചെയ്യാനായിരുന്നു. ദെൻ നമുക്ക് കുറച്ച് അയ്യോ ഇത് അതിലുണ്ട് പോയി ഒക്കെ കഴിഞ്ഞു പോയി. ഇത് കുറച്ച് ഐറ്റംസും കൂടി ഇവിടെ ആകെ കിട്ടി. ഇത് രണ്ടും ഉണ്ട് കേട്ടോ. നമ്മൾ ബ്ലൂ കളർ ചെയ്യുമ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഫ്ലവർ തീമിലും ഫുഡ് തീം അങ്ങനെ കുറേ തീംസിൽ ഞാൻ ചെയ്യും. ഇത് വെളുത്തുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ദെൻ ഇതിങ്ങനെ കഴിഞ്ഞ് വരുന്ന സമയം ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമായതാട്ടോ. കാരണം ഇതിൽ കുറേ റൈറ്റിങ്സ് ഉണ്ട്. നമുക്കിതിൽ ഈ റൈറ്റിങ്സിലൊക്കെ അതിലൊക്കെ ഒന്ന് എടുക്കാമല്ലോ. എന്ത് റൈറ്റിംഗ് ആണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഞാൻ വെട്ടിയെടുക്കും. വൺ സെൻറ്റൻസ് ഞാൻ വെട്ടിയെടുക്കും. ദെൻ 2 പേപ്പേഴ്സ് ഉണ്ട്, ഡാർക്ക് ആൻഡ് ലൈറ്റ്. ഇവിടെ 4 മുക്ക് ഞാൻ കയറിയിരിക്കുന്നു. ഇത് കുറച്ച് ആഡംബരമാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഇതിലിപ്പോൾ ഇതാണ് സെലക്ട് ചെയ്തത്. ബ്രൗണിഷ് കളർ ആകുമ്പോൾ കുറച്ച് ഇങ്ങനെ ആണല്ലോ. ദെൻ ഈ 2 എണ്ണത്തിൽ ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. സാധനം വിചാരിച്ചു ബ്രൗൺ അല്ലേ, നമുക്ക് എങ്ങനെയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബ്രൗൺ ആവത്തില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് 3 ആയിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. ഡ്രീം പ്ലാൻ ഡു, ഡോണ്ട് ഫോർഗെറ്റ് ടു ബി ഹാപ്പി, എൻജോയ് യുവർ ലൈഫ് വിത്ത് എ സ്മൈൽ. ഇത് 3 എനിക്ക് എടുക്കാമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ഞാൻ അതിൽ എൻജോയ് യുവർ ലൈഫ് വിത്ത് ഹാപ്പി സ്മൈൽ അതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. പിന്നെ ഇതിൽ ഏതെടുക്കണമെന്ന് ഇപ്പോൾ മനസ്സിലാക്കില്ല. ഇത് ഞാൻ കുറച്ച് വെറൈറ്റി ആക്കാൻ വേണ്ടി ഈ ഒരു ഫ്ലവറാണ് എടുക്കുന്നത്, ബ്രൗൺ അല്ല. പിന്നെ ഈ കാണുന്നത് കുറച്ച് പേപ്പേഴ്സ്. ഇതിൽ നല്ല അടിപൊളി പേപ്പേഴ്സാണ്. നമുക്കിങ്ങനെ വൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാൻ കഴിയുമല്ലോ. ഇങ്ങനെ എടുക്കാൻ കഴിയും. ഞാൻ ചെയ്തതിൽ വലിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ കുറച്ച് നോയ്സൊക്കെ ഉണ്ടാവും. ഞാൻ മറത്തി നിന്നിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് നോയ്സൊക്കെ ഉണ്ടാവും. 4 ഷീറ്റ്സ് ഉണ്ട് കേട്ടോ. നമുക്കിതിൽ ഏതെങ്കിലുമൊക്കെ എടുക്കണം. ഇതെല്ലാം നല്ല രസമുള്ളതാണ്. ബട്ട് ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സെലക്ട് ചെയ്ത് ഇടയ്ക്ക് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ബ്രൗണിഷ് കളറാണ്, നമ്മൾ ഡാർക്ക് ബ്രൗൺ ആണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എന്തെടുക്കണമെന്ന് എനിക്ക് പിടുത്തില്ല. ഇതിൽ ഞാൻ ഏതെടുക്കുമെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. ഇത് ഞാനിപ്പോൾ എടുക്കാൻ പോകും. ദിസ് വൺ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് ഇതേ ചെയ്തെടുത്താൽ എനിക്ക് സമാധാനം ഉണ്ടാവും. അപ്പോൾ നമുക്ക് the more difficult something is, the more rewarding it is in the end. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ കുറച്ച് നമ്പേഴ്സാണ്. ഇത് ഞാൻ നമ്പേഴ്സ് എടുക്കാൻ തീരെ തീരുമാനിച്ചിട്ടില്ല. കാരണം ഇത് ഞാൻ ബർത്ത്ഡേ ചാനൽസിന് വേണ്ടി മാറ്റി വെക്കുകയാണ്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇത്ര ഐറ്റംസ്. ഇതിൽ ഞാനിപ്പോൾ ഇത് വേണ്ട, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏത്? ദിസ് വൺ. ഇത് ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് ഞാനിത് ബട്ടർഫ്ലൈന് മാത്രം കട്ട് ചെയ്തെടുക്കും. അതാണ് എൻ്റെ പ്ലാൻ.
ഇതിൻ്റെ ഒരു പ്ലാനാണ്, നടക്കില്ല എന്ന് എനിക്കറിയത്തില്ല. ഇതൊന്നും അടക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം പാറി പറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പറന്നു പോകാൻ എന്തോ ആയിട്ട് എനിക്കറിയത്തില്ല. പാറി പറന്നു പോകാൻ എന്തോ ആയിട്ടൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതുവരെ ചെയ്യണം. പിന്നെ ഇതിൽ നിന്നാണ് ഞാൻ ഒരു വട്ടം വെട്ടിയെടുത്തത്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോകും പർപ്പിൾ വാങ്ങിയത്. അപ്പം അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല, കാരണം ഇത് അത്രയും ക്യൂട്ടിയാണ്. ദെൻ ഇതിൽ ഈ ഒരു റൈറ്റിംഗ് ഞാൻ എടുക്കും. ഇത് എല്ലാത്തിൻ്റെ റൈറ്റിംഗ് എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ഈ സാധനങ്ങൾ മ്യൂസിക് എടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ മാറ്റി. പിന്നെ അങ്ങനത്തെ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് പോലത്തെ സാധനങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ ഒന്നും എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ വേണമെങ്കിൽ ഇതെടുക്കും, അല്ലെങ്കിൽ പറഞ്ഞെടുക്കും. പിന്നെ ഇതാണ്, ഇത് എനിക്ക് അത്ര ആവശ്യമില്ലാത്തതാണ്, ഞാൻ യൂസ് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ദെൻ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ജേണൽ. ഒക്കെ മാറി നിൽക്കുക. ജേണലിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ഈ ഒരു പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. മാറി നിൽക്കുക. ഇതിൻ്റെ 4 മൂന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സിസേഴ്സ് വേണം. ഞാൻ കട്ട് ചെയ്യുന്നത് കുറച്ച് വലുതാക്കിയിട്ട് ഇങ്ങനെ ആവും. അപ്പോൾ ജേണൽ പറഞ്ഞാൽ കീറി എടുക്കണമല്ലോ. അതിൻ്റെ അറ്റം പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കീറി അങ്ങ് കൊടുക്കും. നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈനായിട്ട് കിട്ടും. ഇവിടേക്കുള്ളതായി ആ വന്ന സൈഡിലേക്കുള്ളത് വേണം. ഞാൻ ഡയറക്റ്റായിട്ട് കീറി എടുക്കണം. ഇനി ഈ കാണുന്ന സൈഡിലേക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ വലുതായിട്ടൊരു മാച്ച് ആകത്തില്ല. ബട്ട് ഇതിന് മുമ്പ് ഞാൻ ഈ ഒരു ഇത് ഒട്ടിക്കുന്നുണ്ട്. ഇത് ഒട്ടിച്ചിട്ട് വേണം മറ്റേ ഒട്ടിക്കാൻ. ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് അതിന് മണ്ടക്കൂടെ ഇതിങ്ങനെ ഒട്ടിക്കുന്ന പ്രശ്നമുണ്ടോ? അത് ഇതൊട്ടിച്ചിട്ട് ഇതിൻ്റെ മണ്ടക്കൂടെ ഇല്ല. നമ്മളിങ്ങനെയാണ് ഒട്ടിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് ഇത് മാറ്റി വെക്കേണ്ട അവസ്ഥ എനിക്ക് വരും. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. നമുക്ക് ഗ്ലൂ എടുക്കാം. ഫസ്റ്റ് ഗ്ലൂ. ഓക്കെ, ഗ്ലൂ കിട്ടിയിട്ടുണ്ട്. ഗ്ലൂ കുറച്ച് കുളമായിട്ടിരിക്കും, അങ്ങനെയൊക്കെ പോരും. ഇത് നമുക്ക് ഇനി നല്ലപോലെ വെക്കണം. അതിനുള്ളിൽ തുറപ്പിച്ച് വരും. അപ്പം നമ്മളൊന്നും കാര്യം വെക്കരുത്. ഉള്ളിലുള്ളത് കുറച്ച് യൂസ് ചെയ്തിട്ട് അനാവശ്യമായിട്ട് എടുത്ത് കുളമായിട്ടുണ്ടെങ്കിൽ ആ സാധനം ഞാൻ മൂഞ്ചു. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി ഒട്ടിക്കണം. ഇത് ഒട്ടിച്ചിട്ട് വേണം മറ്റേ ഒട്ടിക്കണം. ഇതിൻ്റെ 4 സൈഡിൽ ഞാൻ ഇങ്ങനെ ആക്കണം. നല്ല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒട്ടിക്കാം. നമ്മൾ ആദ്യം തന്നെ അപ്പുറത്തെ പേജിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം.
അതിന് അപ്പുറത്തെ പേജിലെത്തിയാൽ കുളമാവും. വൈറ്റ് ഒടിച്ചെടുക്കണം. ഇത് അറ്റത്ത് കൊണ്ട് എടുക്കണം. കൊണ്ടുപോയി വേണം ഇതിലോട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം. കുറച്ചൊക്കെ കുളമായിട്ടുണ്ട്. ബട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തിൻ്റെ നമുക്ക് ഒട്ടിക്കാം. ഇതിന് ഞാൻ ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഇതാണ് എൻ്റെ ഒരു കുറച്ച് ഡേർട്ടി ആയിട്ടൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കിട്ടത്തുള്ളൂ. ഒരാൾ നമ്മളിവിടെ മറന്നു, അയാളെ ഇങ്ങനെ ഒട്ടിക്കണം. ഇത് നമ്മൾ കൈമണ്ണുള്ളതൊക്കെ എടുത്ത് ഒട്ടിക്കുക. അപ്പോൾ പശ ലാഭമാവും. ലാഭത്തിൽ നഷ്ടം തന്നെ ആകത്തുള്ളൂ. കുറച്ച് പോയില്ലേ? അല്ല, ലാഭമാവും കേട്ടോ. നമ്മളിതിവിടെ ഒട്ടിക്കാൻ പോകുക. ഒട്ടിച്ച് കുളമായിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് പരത്തണം. കണ്ടോ, ഈ ഭാഗത്തേക്ക് ഒട്ടരുത്. സാധാരണ എല്ലാവരും ഫസ്റ്റ് പേജ് ആയിട്ടാണ് ബാക്കിയുള്ള പേജ് ചെയ്യുന്നത്. ഞാൻ മാത്രം ഇവിടെ ഫസ്റ്റ് പേജ് സെക്കൻഡ് പേജൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഫസ്റ്റ് പേജ് ചെയ്യാൻ പോകും. കുറച്ച് ഒട്ടിയുന്നില്ല, അപ്പോൾ നമ്മളത് ഒട്ടിച്ചു കൊടുത്തു. ദെൻ നമുക്ക് വേണ്ടത് അടുത്തതാണ്. ഇതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല. നമുക്ക് ഇതിൽ നിന്ന് ബട്ടർഫ്ലൈ അങ്ങ് എടുത്താലോ? അതുകൊണ്ട് നമുക്ക് റൈറ്റിങ്സ് എടുക്കാം. റൈറ്റിങ്സ് എല്ലാം പറഞ്ഞിച്ചത് റൈറ്റിങ്സ് കട്ട് ചെയ്യാം. ഇത് ഒട്ടിക്കുന്ന സാധനങ്ങൾ കുറച്ചേ ഉള്ളൂ. ബട്ട് ഒട്ടിക്കുന്ന സാധനങ്ങൾ കുറച്ചധികം ഉണ്ട്. ഒട്ടിക്കാത്തതാണ് കുറച്ച് ഉള്ളത്. ഞാൻ റൈറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ബട്ട് എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്. ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്. അതുകൊണ്ട് ചെയ്യാൻ എനിക്ക് അത്ര ഒരു ആഗ്രഹം തൃപ്തിയൊന്നുമില്ല. എനിക്ക് അത്ര ഒരു പിടുത്തമില്ല. നമ്മളത് പശ തേച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നവർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോവാണ്. നമുക്ക് ഒട്ടിക്കാം. ഈ ഭാഗത്ത് ഒരു പോർഷനിലാണ് ഒട്ടിക്കേണ്ടത്. ഈ സ്റ്റിക്ക് ചെയ്ത സാധനങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഈ സ്റ്റിക്ക് ചെയ്താലല്ലേ ഇവിടെ ഒട്ടിക്കേണ്ടത് എടുത്തുള്ളൂ. അപ്പോൾ അതിന് കാറ്റടിച്ചൊക്കെ ഇതിൻ്റെ ഒട്ടിപ്പൊക്കെ പോയിട്ട് ആ കുളമാവും. എൻ്റെ കൈ പോകുന്നുണ്ട് ഒരവസ്ഥ. നരമ്പ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് വാഷിംഗ് ടേപ്സ്. വാഷിംഗ് ടേപ്സ് ഒന്ന് ഇളക്കി എടുക്കണം. അതിന് കഷ്ടപ്പാടാണ്. കുറച്ചെടുത്തിട്ട് അർജും പോലത്തെ കയറിയെടുക്കുമ്പോൾ കുറച്ച് അധികം പോരും. ഇത് ചിലവാണ്. എങ്ങനെയൊക്കെ മേടിച്ചു. നോസസ് ഇവിടെ ഭയങ്കരമായിട്ടുണ്ടാകും. പിന്നെ ഇത് ലെങ്ത്ത് കൂടി പോകും. അതൊന്ന് നോക്കിക്കോണം. ലെങ്ത്ത് കൂടി പോകുമ്പോൾ അത് 2 കഷ്ണമാക്കണം. അങ്ങനെ ഒന്ന് എവിടെ ഒട്ടിക്കണം എന്നറിയാതിരിക്കും. അപ്പുറത്തെ പേജിലോട്ട് ജസ്റ്റ് ഒന്നും കൊടുക്കണം.
എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതാണ്, റൗണ്ട് എടുക്കണം. റൗണ്ടിൽ ഡാർക്ക് ബ്രൗൺ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനും വെച്ചിട്ടാണെങ്കിൽ അപ്പം അങ്ങോട്ട് പറയാം. ഇതങ്ങോട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ ഈ ഒരു കളർ ഈ ഒരു ഷെയ്ഡ് ഒരേ കളർ ആയതുകൊണ്ട് നമുക്കത് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഒരു രസം കാണും. ദെൻ ഫ്യൂ മിനിറ്റ്സിന് ശേഷം എനിക്കിപ്പോൾ റൈറ്റ് ചെയ്യാൻ തോന്നി, നമുക്ക് റൈറ്റ് ചെയ്യാം. കണ്ടോ, പേരൊക്കെ മഷിയില്ല. പേരൊക്കെ മഷിയില്ലാത്തത് വേറെ പേരാണ് എനിക്കറിയത്തില്ല. റൈറ്റ് ചെയ്യാൻ പേരൊക്കെ മഷിയില്ല. പേനക്ക് മഷിയില്ല, അതുകൊണ്ട് വേറെ പേന എടുക്കാൻ വേണ്ടി ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം, ബട്ട് ഇടയ്ക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. കണ്ടോ, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഈ വീഡിയോ. ഗൈസ്, നമുക്കിപ്പോൾ ഏൽപ്പിച്ചവർക്ക് കിട്ടിയിട്ടില്ല ഗൈസ്. നമുക്ക് ഞാനിതിൽ ഏതായിരുന്നു വെച്ചിരുന്നു, ഇത് ഇവിടെ കൊണ്ടുപോയിട്ട് വലിയ റേറ്റിംഗ് എടുത്തിട്ട്, ഈ റേറ്റിംഗിന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇങ്ങനെ പീൽ ചെയ്തെടുക്കണം. പീൽ ഔട്ട് ദീസ്. ദാൻ ഞാനിത് സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം ഉണ്ടോ, ഇത് ചെറുതായിട്ടേ കാണത്തുള്ളൂ. ഇതൊരു കാണുന്നുണ്ടോ എനിക്കറിയത്തില്ല, ചെറിയ തിളക്കുണ്ടാവും, അത് കാണത്തില്ല. നമുക്ക് തട്ടി തറഞ്ഞിട്ട് എടുത്ത് വാങ്ങിയത് ഒരു ഡാർക്ക് ഷെയ്ഡല്ലേ ഞാൻ കൊണ്ടുവച്ചത്, വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും ഇങ്ങനത്തെ കുറച്ച് പണികളും ധാരാളമാവും എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പഠിക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിലാണ് ഈ രസം ഉണ്ടാക്കുന്നത്. ബട്ട് എൻ്റെ കാര്യത്തിൽ ഇളക്കാൻ വെക്കത്തില്ല, നമുക്ക് എങ്ങനെയെങ്കിലും കണക്കെടുക്കാം എന്ന് വിചാരിച്ചാലും വെക്കത്തില്ല. നമുക്ക് ഈ ഒരു സാധനം, ഇതിൽ ഈ ഒരു ഫ്ലവർ എടുത്തിട്ട് മാറ്റാം. ഇനി നമുക്ക് ഞാൻ കണ്ടു വെച്ചതില്ലേ ഇത് വെട്ടിയെടുക്കാം. ഇങ്ങനത്തേലും പല പോർഷൻസ് ഞാൻ വെട്ടിയെടുക്കാറുണ്ട്. നമുക്കിതിൽ ഇതങ്ങ് വെട്ടിയെടുക്കാം. ക്യാമറ ഷേക്കാവുന്നത് നിങ്ങൾ ഒരിക്കലും പ്രശ്നമാക്കരുത്, കാരണം ക്യാമറ എൻ്റെ കാല് തട്ടിയിട്ട് തന്നെയാണ് ഷേക്കാവുന്നത്. ഇനി വീഡിയോ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം. നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായാലും ഇത് ഉണ്ടാക്കിയിട്ട് കാണാം. ഓക്കേ.